മുസൽമാൻ ക്രിസ്ത്യാനിയും നിന്റെ തന്നുടെ മക്കളും നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. മുസൽമാനും ക്രിസ്ത്യാനിയും ഇന്ത്യ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് ഈ യുദ്ധ കോലാഹലം? നമ്മളൊന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദ പാതയിൽ നീങ്ങിടണം. അകവിടിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയും. നേരത്തെ കുറെ നമ്പറും കാര്യങ്ങളും എന്തെല്ലാം പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. വിജയ, കുറച്ച് ആൾക്കാരെ നമ്മൾക്ക് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അവര് നമ്മൾ ഇപ്പൊ 8 അല്ല 10 20 ആളെ എടുക്കേണ്ടി വരും. നോട്ടവും നടത്തവും കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. വേഗം ആരാ ചെയ്യുവാനുള്ള ഉത്തരവാദിത്തമാണ് ചെയർമാൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. അതാണ് എൻ്റെ ഉത്തരവാദിത്തത്തിൻ്റെ ആദ്യത്തെ പടിയെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ ഞങ്ങളെ മാഷ് പറഞ്ഞതുപോലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നമ്മളിപ്പോൾ 8 CC ക്യാമറ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പുതുതായിട്ട് അവിടെ സ്ഥാപിക്കും. കാരണം ഇത് തന്നെയാണ്, ജനങ്ങൾ ഏറ്റെടുക്കാത്തിടത്തോളം കാലം ഒരു നഗരസഭയ്ക്കും ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ജനങ്ങൾ ഏറ്റെടുക്കും. നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചു സുൽത്താൻ ബത്തേരി ഞാൻ സന്ദർശിക്കാൻ പോയതാണ്. കാരണം ഇത് വീഡിയോ വൈറലായിട്ട് വന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടെ പട്ടണത്തിലേക്ക് പോയി. അതിൻ്റെ ആ പട്ടണത്തിൽ പോയപ്പോൾ ടൗണിലേക്ക് പോയപ്പോൾ അവിടെ കടക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ കടക്കാർ ഒരാൾ പോലും നടക്കുന്ന നടപ്പാതയിൽ സാധനങ്ങൾ കയറ്റി വെച്ചിട്ടില്ല. നമ്മുടെ കാസർഗോഡ് നഗരത്തിൽ എത്രയോ പ്രാവശ്യം വ്യാപാരികൾക്കും അതുപോലെ മറ്റുള്ള ആളുകൾക്കും കത്ത് കൊടുത്താലും ഇവിടുന്നുള്ള ഉദ്യോഗസ്ഥന്മാർ പോയി പറഞ്ഞാലും ഒരുപക്ഷെ ആ ഉദ്യോഗസ്ഥന്മാർ പോയി പറയുമ്പോൾ അത് നീക്കി അങ്ങോട്ട് വെക്കും. പിന്നീട് ഉദ്യോഗസ്ഥന്മാർ പോയിട്ടാവും വീണ്ടും പഴയപടി അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പാങ്ങുള്ള ബജാർ, ചേരുള്ള ബജാർ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ എന്ത് വേണം? കാസർഗോഡ് നഗരസഭയോടൊപ്പം ഇവിടെ കാസർഗോഡിലുള്ള എല്ലാവരും കൈകോർക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ. അത് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് നമുക്ക് എല്ലാ ആളുകളോടും, അതായത് വ്യാപാരികളോട് പറഞ്ഞിട്ടുണ്ട് സഹകരിക്കണമെന്ന്, സാംസ്കാരിക നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് സഹകരിക്കണമെന്ന്, അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിയോടും പള്ളി കമ്മിറ്റികളോടും ഒക്കെ ശുചിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ റംസാൻ കാലം വരുന്നുണ്ട്. റംസാൻ കാലത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ നോമ്പ് തുറക്കുന്ന പല സംവിധാനം പല മേഖലയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ ഉപയോഗിക്കുന്ന ഈ എന്താ പറയുന്ന വൺ ടൈം ഉപയോഗിച്ചിട്ട് കളയുന്ന സാധനത്തിന് പകരം അവിടെ സ്റ്റീൽ ഗ്ലാസ്സോ കുപ്പി ഗ്ലാസ്സോ അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ്സോ ഉപയോഗിക്കാനും, അതുപോലെ തന്നെ നമുക്ക് പ്ലേറ്റുകൾ, പേപ്പർ പ്ലേറ്റുകൾ ഒഴിവാക്കിക്കൊണ്ട് ഫൈബർ പ്ലേറ്റുകളോ കുപ്പി പ്ലേറ്റുകളോ സ്റ്റീൽ പ്ലേറ്റുകളോ ഉപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എല്ലാ പള്ളികളിലേക്കും കാസർഗോഡ് നഗരസഭയിൽ നിന്ന് ഇവിടുന്ന് അയച്ചിട്ടുണ്ട്. അത് സഹകരിക്കാം. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് അവർ പൂർണ്ണമായിട്ട് സഹകരിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ ആഘോഷവേളയിലും നമ്മളുടെ കല്യാണം, ഇപ്പോൾ നമ്മളിപ്പോൾ മുനിസിപ്പൽ പരിധിയിൽ ഒരുപാട് കല്യാണം നടക്കുന്നുണ്ട് ഇല്ലേ? ഒരുപാട് കല്യാണം മുനിസിപ്പൽ പരിധിയിൽ നടക്കുന്നുണ്ട്. ഈ ആഘോഷത്തിൽ ഞാനടക്കമുള്ളവർ പോകുന്നുണ്ട്. നേരത്തെ ഒരു ആശയം ഉദിച്ചതുപോലെ എൻ്റെ തലയിൽ ഒരു ആശയം ഉദിച്ചിരുന്നു. അത് ഞാൻ മാഷിനോട് പറയാം, ഒരു റിലീസാക്കി നമുക്ക് തരണം. ഞങ്ങൾ ഏറ്റെടുത്തു. മുനിസിപ്പാലിറ്റിയുടെ മറ്റേ വാക്ക് നമ്മൾ ഏറ്റെടുത്തു കേട്ടോ. കാസർഗോഡ് ആ വിജയം പറഞ്ഞ ആ വഴി നിങ്ങളിപ്പോൾ പോകുമ്പോൾ കാണാം, മൊഞ്ചുള്ള കാസർഗോഡ്, പാങ്ങുള്ള ബജാറ്, ചേലുള്ള ബസാർ. അതാണ് നമ്മുടെ കാസർഗോഡ് ഇപ്പോഴത്തെ പുതിയത്. സുൽത്താൻ ബത്തേരിയിലാണ് ഏറ്റവും നല്ല ടൗൺ ഉള്ളത്. അവിടെ ഒരാൾ പോലും തുപ്പില്ല, കാട്ടൗടില്ല, ആരുമില്ല. അവിടെ ഞാൻ പോയി, എനിക്ക് നേരിട്ട് അനുഭവിച്ചു. കടലാസം കൊണ്ട് വീട്ടിലേക്കാണ് പോകും. അപ്പോൾ ആ ഒരു സ്ട്രീറ്റായിട്ട് നമ്മൾ ഈ സ്ട്രീറ്റ് മാറും. എന്തായാലും കടക്കാർക്ക് ഉത്തരവാദിത്തം കൊടുത്തിട്ട് അവരെന്നെ ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ആ ബസ് സ്റ്റാൻഡ് നമ്മൾ ഇതെല്ലാം ഏറ്റെടുക്കാൻ പോകാൻ വിജയം പറഞ്ഞ പോലെ അതൊരു വലിയ പ്രശ്നമാണ്. അവിടെ ചാടി പോകുക എന്നുള്ളത്. ഒന്നാമത്തത് ആ റോഡും കൂടി ക്ലിയർ ആവണം. എന്നിട്ട് നമുക്ക് അടുത്ത പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതെല്ലാം ഏറ്റെടുക്കാവുന്ന ഒരു സാധനമാണ്. എന്തായാലും വേറെ ചോദിക്കാനുണ്ടോ? സാധിക്കും. അത് ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള
അറിവുകൾ നൽകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതൾ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതളിൽ കൂടി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അന്നത്തെ ഒരു പരിപാടിയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുപാട് വിപത്തുകൾ ഉണ്ടാക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഇടയിലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം അവരെയാണ് എല്ലാ ചൂഷണങ്ങൾക്കും വിധേയരാക്കാൻ കഴിയുന്ന ആളുകൾ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുട്ടികളെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകം ആരാണ്? ആ ഘടകത്തിലും അവർക്ക് ഒരുപക്ഷെ ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുന്ന ആ ആൾ ഒരുപക്ഷെ ഏതെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കാം. പക്ഷെ ഇത് അവരെ കുട്ടികൾ ഒഴിച്ച് മറ്റുള്ള കുട്ടികളിലേക്ക് ഇങ്ങനെ ലഹരി മരുന്നുകളുമായി വരുന്ന ആളുകളുണ്ട്. അപ്പം അവരെ നമുക്ക് ആ രീതിയിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാം. ഏത് രീതിയിലായിരിക്കും നമ്മൾ രക്ഷപ്പെടാം? അതുമാത്രമല്ല, നമ്മളെ കൂടിയിരിക്കുന്ന നമ്മുടെ കുട്ടികൾ ആ തെറ്റുകളിലേക്ക് വഴുതി പോകാതിരിക്കാൻ വേണ്ടി എന്താണ് വേണ്ടത്, ഏത് രീതിയിലാണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംവിധാനമാണ് ഇതൾ എന്ന് പറയുന്നത്. ആ ഇതളിലേക്ക് നമ്മുടെ UP സ്കൂളിനെ തിരഞ്ഞെടുത്തത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാഗ്യം ലഭിച്ച കുട്ടികളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ കുട്ടികൾ ഇത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ കാസർഗോഡ് നഗരസഭ ഇന്ന് സന്ദർശിക്കുകയും പല ഓഫീസുകൾ നിങ്ങൾ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് കഴിയുമെന്നാണ് പ്രത്യാശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റിന് കാസർഗോഡ് നഗരസഭ ഫണ്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയിൽ നിങ്ങളെ അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും നിങ്ങളുടെ വാക്കുകൾ ചെയ്തു. ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ അബ്ബാസ് ബീഗം സർ, നമ്മുടെ PTA പ്രസിഡന്റ് രാഷിദ് പൂരാണ്, പ്രിയപ്പെട്ട കുട്ടികൾക്കേറെ അഭിനന്ദനം അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെയർമാൻ ഏറെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. നമുക്ക് കുട്ടികൾക്ക് ഒരുപാട് സ്കൂളുകളിൽ പലവിധ കായിക സംസ്കാരത്തോടൊപ്പം തന്നെ നമുക്ക് പല പ്രോഗ്രാമുകൾക്കായി നമ്മുടെ മുനിസിപ്പാലിറ്റി നഗരസഭ നല്ല സഹകരണമാണ് കാഴ്ചവെച്ചത്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. ഈ ക്യാമ്പിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കുന്നത് അല്ലേ നിങ്ങളിത് കുറേ പരിപാടി ഇങ്ങനെ സംബന്ധിച്ചു. അതിന് നമ്മൾക്ക് ആത്മാർത്ഥമായി സപ്പോർട്ട് തരുന്ന പ്രിയപ്പെട്ട ചെയർമാൻ എല്ലാ കാര്യത്തിലും നമ്മൾ തുടക്കം മുതൽ ഇന്ന് വരെ നമ്മളോട് എപ്പം എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഈ തിരക്കിനിടയിലും കണ്ടില്ലേ നമ്മുടെ ഇതളുടെ കാര്യം പറയുമ്പോൾ അതിലേക്ക് ഫണ്ട് നീക്കി വെച്ച് അതന്നെ എനിക്കൊന്ന് കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാവും. ഒരു പരിപാടി തുടങ്ങിയിട്ട് ഒരു 2 മാസത്തിനുള്ളിൽ ഒരു മുനിസിപ്പൽ ഫണ്ട് വെക്കുന്നത്. അതിന് ചെയർമാൻ നല്ലൊരു കൈയടി ഉണ്ട് എല്ലാവരും. അപ്പോൾ അതെല്ലാം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നമ്മുടെ നഗരസഭ തരുന്ന ഒരു ഭയങ്കരമായ സപ്പോർട്ടാണ്. അതെല്ലാം കാണുമ്പോൾ ഞാനിപ്പോൾ സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ സംസാരിക്കാൻ തോന്നിപ്പോകുന്നു ചെയർമാൻ്റെ ആ പ്രവർത്തനം കൊണ്ട്. ഇപ്പം എന്നോട് ചോദിച്ചാൽ ഈ സ്കൂളിന് എന്താണ് വേണ്ടത്, ഇവിടെ ഇരുന്നപാട് ചോദിക്കുന്നു സ്കൂളിന് എന്താവശ്യം. അതുപോലെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ സ്കൂളിലെ എല്ലാ സ്കൂളിലും നല്ല മാറ്റങ്ങളാണ് പ്രിയപ്പെട്ട ചെയർമാനെ കൊണ്ടുവരുന്നിട്ടുള്ളത്. അതിൽ ഏറെ സന്തോഷിക്കുന്നു. അതിന് ചെയർമാനുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ മുമ്പ് ഞാൻ കുറേ കേട്ടതാണ്, നിങ്ങളുടെ ജനപ്രതിനിധികളെ വിദ്യാഭ്യാസ മേഖല ശ്രദ്ധിക്കുന്നില്ല എന്ന്. എന്നോട് കുറേ അനുഭവം ടീച്ചേഴ്സിനെ പറഞ്ഞു ഗേൾസ് സ്കൂളിലായിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഇന്ന് നമ്മളോട് ഇങ്ങോട്ട് നമ്മളെ ഭരണസ്ഥാനത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ മറ്റുള്ള ഓഫീസിൽ പോയിട്ട് ആൾക്കാരെ നേരിട്ട് ഇടപെടാന്നുള്ളത്, അതിന് നിങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ശ്രീ നിർമ്മൽ കുമാർ സാറാണ് അതിൻ്റെ കാരണക്കാരൻ. അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കാനും ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഏറ്റവും ഉന്നതമായ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് അത് നേടാനുള്ള അസാധ്യമായ പരിശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണം. ആ ലക്ഷ്യം നമ്മൾ എപ്പോഴും നേടുന്നു, ആ ലക്ഷ്യം നേടുന്ന സമയത്ത് മാത്രമേ നമ്മുടെ പ്രവർത്തനങ്ങൾ
അവസാനിപ്പിക്കാൻ പാടില്ല. പ്രവർത്തനങ്ങളുടെ ഭാവം അല്ലെങ്കിൽ അതിന്റെ തലങ്ങൾ മാറ്റാൻ പാടുള്ളൂ. ആ ലക്ഷ്യം നേടുന്നത് വരെയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അശ്രാന്തമായി ഉണ്ടാകണം. അതിനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്തോ അല്ലെങ്കിൽ നമ്മളൊന്നും പഠിക്കുന്ന കാലത്തുള്ളത് പോലുള്ള ഭൗതിക സാഹചര്യങ്ങളോ അക്കാഡമിക് സാഹചര്യങ്ങളോ നിങ്ങൾക്കുള്ളതൊക്കെ എത്രയോ ഉയർന്ന സാഹചര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും ഉയർച്ചയും ജീവിതത്തിൽ ഉയർച്ചയും ഭാവങ്ങളും നന്മയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. പെൺകുട്ടികളും കൂടി ചേർക്കാനുള്ള ഒരു ഏകദേശ തീരുമാനം കോർ കമ്മിറ്റി എടുക്കുന്നുണ്ട്. ഒന്നുകൂടി കോർ കമ്മിറ്റി കൂടിയിട്ട് SP ഓഫീസിൽ അടുത്താഴ്ച കൂടുന്ന കോർ കമ്മിറ്റിയിൽ അതും കൂടി നമ്മൾ തീരുമാനം എടുക്കാൻ പോവുകയാണ്. പിന്നെ കുറേ കുട്ടികളായെങ്കിൽ നമുക്കത് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, മാനേജ് ചെയ്യാൻ. 100ന്റെ മോർ ദാൻ 100 ആയെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുട്ടികൾക്ക് നല്ല അനുഭവങ്ങളാണ് കിട്ടുന്നത്. ഇപ്പോൾ കുറേ കൂടി കുട്ടികൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ലെവലിലേക്ക് എത്തി വരുന്നുണ്ട്. ഡിസിപ്ലിൻ്റെ കാര്യത്തിലാണ് കൂടുതൽ നമ്മൾ ഫസ്റ്റ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലേക്ക് വരുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ കുറേ കുട്ടികൾ ആഗ്രഹങ്ങളുമായിട്ട് കുറേ കുട്ടികൾ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലബ്ബ് ഒരു നല്ല നിലയിൽ കൊണ്ടുപോയിട്ട് സാറ് നമുക്കായിട്ട് നീക്കി വെക്കുന്ന ഫണ്ട് ഒരു നല്ല രീതിയിൽ ചെലവഴിക്കപ്പെടുന്ന എന്ന ഉറപ്പ് നമ്മൾ ഇതൽ ക്ലബിൻ്റെ ആൾക്കാർ സാറിന് നൽകുകയാണ്. നമ്മുടെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് നിർമ്മൽ കുമാർ സാർ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. PTA പ്രസിഡന്റ് അതെ എല്ലാ പരിപാടികളും സാർ തന്ന മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം സാറിന് ഇതളിൻ്റെ പേരിലും സ്കൂളിൻ്റെ പേരിലും നന്ദി പറയുന്നു. മറ്റ് വിശ്വസ്ത വ്യക്തികൾക്കും നന്ദി പറയുന്നു. താങ്ക് യു. ആളുകൾ പുതിയ വസ്ത്രം കയറുമ്പോൾ ഇങ്ങനെ ചാടിച്ചാടിയാണ് കയറുന്നത്. ഏതോ സിനിമയുണ്ട് വെള്ളം വെള്ളം എന്ന രീതിയിൽ ഒരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടാകും ബസ് സ്റ്റാൻഡിൽ കയറുമ്പോൾ. അതിന് കാരണം അവിടെ ഇരിക്കുന്നവർ തന്നെയാണ്. അവിടെ ഇരിക്കുന്നവർ അവിടെ മുറുക്കുന്നു, അവിടെ നിന്ന് തുപ്പുന്നു. അത് അവൻ്റെ മനസ്സിൽ വന്ന് ഇതിനൊരു മെസ്സേജ്, അതായത് ഇത് ചെറിയൊരു 1 മിനിറ്റുള്ള ഒരു ഷോർട്ട് ഫിലിമോ ചെറിയ ഡോക്യുമെൻ്റ് ആയിട്ട് അവിടെ തന്നെയുള്ള സ്ക്രീനിൽ നിരന്തരമായി കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാപ്പിൻ്റെ കുട്ടികൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു മെസ്സേജ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ ഈ ശുചിത്വമായി ഇപ്പോൾ മുനിസിപ്പാലിറ്റി ചെയ്യുന്ന ആ ശുചിത്വത്തിൻ്റെ കണ്ണിയിലേക്ക് ഒരു കണ്ണി കൂടി ചേർക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു എൻ്റെ മനസ്സിൽ വന്നത്. അത് ഏതെങ്കിലും അത് തീർച്ചയായിട്ടും അത് ചെയർമാൻ എനിക്കറിയാം സാർ ചെയ്യുന്ന ഒരുപാട് പ്രവർത്തനം അതിലേക്ക് ഇതുകൂടി മനസ്സിലേക്ക് വേണമെന്നാകും. ഞാൻ പണ്ട് പാണ്ഡ്യ എന്ന സ്കൂളിൽ ആരും ശ്രദ്ധിക്കാത്തൊരു സ്കൂളാണ്, നിർമ്മൽ മാഷിനെ അറിയാം. അവിടുന്ന് ഒരു ടെലിഫിലിം ചെയ്തു മീര. അവിടെ മദ്യത്തിന് ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. അവിടെ ഒരു ടെലിഫിലിം ചെയ്ത സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ടെലിഫിലിം അവാർഡ് കിട്ടിയിരുന്നു അന്ന് പാണ്ഡ്യ സ്കൂളിന്. അതുവഴി വിളവെടുക്കാൻ ഒരുപാട് 19 ആളുകളെ ഉപേക്ഷിച്ച് അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ഒന്ന് സാർ ശ്രദ്ധ വെക്കുകയാണെങ്കിൽ നമ്മുടെ PTA പ്രസിഡന്റിന്റെ അടക്കമുള്ളവർ വളരെ ഗംഭീരമായിട്ട് ചെയ്യും. സാറിന് മനസ്സിലേക്ക് ഇത് വരികയാണ്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് അധികാരികളും മറ്റും നമ്മളോട് ആവശ്യപ്പെട്ടു ഉണ്ടാക്കണമെന്ന് ചെയർമാനോട് ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അത് നമ്മുടെ വിദ്യാർത്ഥികളുടെ സമയം ഏതാണെന്ന് പഴയതെങ്കിലും ഇപ്പോൾ നമുക്ക് UP സ്കൂളിൽ നടക്കുന്ന മിക്കവാറും എല്ലാ പരിപാടികളിലും സജീവ സാന്നിധ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ സാർ. പോകാനുള്ള ഒരു മോട്ടിവേഷനാണ്. ഞാനൊരു അങ്ങോട്ട് പോകാനാണ്. നമ്പർ വിളിച്ചു പോപ്പാ ഇന്റെ പണി നോക്കും.
550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. City Gold, Gold and Diamonds, Kerala and Karnataka.